വിനീതിന്റെ മരണം അജിത് ഉപദ്രവിച്ചതിനാൽ മൃതദേഹം കിടത്തിയത് ആശുപത്രിയിലെ ശുചിമുറിക്ക് മുന്നിൽ. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് സഹോദരൻ. അരീക്കോട്ടെ സ്പെഷ്യൽ ഓപ്പറേഷൻ പോലീസ് ക്യാമ്പിൽ തണ്ടർബോൾട്ട് കമാൻഡോ വിനീത് സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിനെതിരെ വിനീതിന്റെ കുടുംബം. യുടെ നിരന്തരമായ പീഡനത്തെ തുടർന്നാണ് വിനീത് ആത്മഹത്യ ചെയ്തതെന്ന് സഹോദരൻ വിപിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ക്യാമ്പിൽ നിന്ന് സഹപ്രവർത്തകൻ കുഴഞ്ഞു വീണപ്പോൾ അയാളെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സമ്മതിച്ചില്ല. അതിന് പിന്നാലെ അജിത് കുമാറിനെതിരെ വിനീത് കുമാർ പരാതി ഉന്നയിച്ചിരുന്നു. ഇതിനുശേഷമാണ് വൈരനിരാധന ബുദ്ധിയോടെയാണ് പെരുമാറിയതെന്നും നിരന്തരമായി ബുദ്ധിമുട്ടിച്ചെന്നും സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഉറങ്ങാൻ പോലും അവനെ അനുവദിച്ചിരുന്നില്ല. മൃതദേഹം ആശുപത്രിയിലെ ബാത്റൂമിന്റെ ഡോറിന് മുന്നിലാണ് കിടത്തിയതെന്നും സഹോദരൻ പറഞ്ഞു. 13 വർഷമായി SOG ആയി വിനീത് ജോലി ചെയ്തിരുന്നു. അവിടെയൊന്നും വിനീതിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അരീക്കോടെ ക്യാമ്പിലെത്തിയപ്പോഴാണ് തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും സഹോദരൻ പറഞ്ഞു. അസിസ്റ്റന്റ് കമാൻഡന്റിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും അജിത്തിനെ നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണത്തിൽ താൽപ്പര്യമില്ലെന്നും കുടുംബം വ്യക്തമാക്കി. വിനീതിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ അജിത്തിനെതിരെ ക്യാമ്പിലെ കമാൻഡോകൾ രംഗത്തെത്തിയിരുന്നു. അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിന് വിനീതിനോട് വ്യക്തിവൈരാഗ്യമുണ്ടെന്നാണ് സഹപ്രവർത്തകരായ കമാൻഡോകൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. സുഹൃത്തിന്റെ മരണത്തിലെ വീഴ്ച ചോദ്യം ചെയ്തതാണ് വിനീതിനോട് വൈരാഗ്യമുണ്ടാകാൻ കാരണമെന്നും മൊഴിയിൽ വ്യക്തമാക്കുന്നു. ആത്മഹത്യയ്ക്ക് കാരണം ഉദ്യോഗസ്ഥ പീഡനം തന്നെയാണെന്നും സഹപ്രവർത്തകർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. വിനീതിന്റെ സുഹൃത്ത് സുനീഷ് ക്യാമ്പിലെ ട്രെയിനിങ്ങിനിടെയാണ് മരിക്കുന്നത്. 2021 സംഭവം. കുഴഞ്ഞു വീണ സുനീഷിനെ ആശുപത്രിയിലെത്തിക്കാൻ വൈകി. സഹപ്രവർത്തകർ സുനീഷിനെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും അജിത് അതിന് അനുവദിച്ചില്ല. ഇത് ചോദ്യം ചെയ്തതാണ് വിനീതിനോട് അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിന് വിരോധത്തിന് കാരണമായതെന്നും സഹപ്രവർത്തകർ പറയുന്നു.